സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എത്ര പേർക്ക് കയ്യിനെ അറിയാം? അറിയാവുന്നവർ കൈ ഉയർത്തുക. ഹാബേലിനെ അറിയാവുന്നവർ കൈകൾ ഉയർത്തുക. കയീൻ ഹാബേലിന്റെ ആരാണ് പറയുക? എന്താണ്? കയീൻ ഹാബേലിനെ എന്തു ചെയ്തു പറയുക? കൊന്നുകളഞ്ഞോ? ചേട്ടൻ അനുജനെയോ? എന്തിന്? ഹാബേൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? കയീനെ ഉപദ്രവിച്ചോ? കയീനോട് കോപം കാണിച്ചോ? ഇല്ല. ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന അസൂയ കൊണ്ട്, ആ കോപം കൊണ്ട് ഹാബേലിനെ കൊന്നുകളഞ്ഞു. പ്രപഞ്ചത്തിൽ ആകപ്പാടെ 4 പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ സഹോദരന്മാർ 2 പേരേ ഉള്ളൂ. ഒരാളെ കൊന്നുകളഞ്ഞു. അന്നു മുതൽ ഇന്നുവരെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരുത്തൻ മറ്റൊരുത്തനെ കൊല്ലുന്നു. ബലവാൻ ബലഹീനനെ കൊല്ലുന്നു. ദുഷ്ടൻ നീതിമാനെ കൊല്ലുന്നു. നല്ല വ്യക്തിയെ ചീത്ത വ്യക്തി കൊന്നുകളയുന്നു. ദൈവം വെറുതെ ഇരിക്കുമോ? കയീനേ, നിന്റെ അനുജൻ എവിടെ? അപ്പോൾ കയീൻ എന്താണ് പറഞ്ഞത്? അറിയാതെ ഞാൻ കൊന്നതാണ്, തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞോ? ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ? ഇതാ ഭൂമിയിൽ നിന്ന് നിന്റെ അനുജന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. ഇന്നു മുതൽ നീ ഭൂമിയിൽ ഉഴന്നു നടക്കുന്നവൻ ആകും. എന്താണ് നീ ഉഴന്നു നടക്കുന്നവൻ ആകും? നിനക്കൊരു ദിവസവും സ്വസ്ഥത കാണുകയില്ല. നീ ഉഴന്നു നടക്കുന്നവനായിരിക്കും. ഇന്ന് നോക്കുക, പാപം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു സ്ഥിരത ഇല്ല. ഒരു സ്ഥലത്ത് സ്ഥിരമായിരിക്കുകയില്ല, ജോലിയിൽ സ്ഥിരമായിരിക്കുകയില്ല, ഒരു സബ്ജക്റ്റ് പൂർത്തിയാക്കുകയില്ല, ഒരു വീട്ടിലാകട്ടെ സ്ഥിരമായിരിക്കുകയില്ല. എന്താണ്? ഒരു വിവാഹം കൊണ്ടവർ മതിയാക്കില്ല, വീണ്ടും വീണ്ടും വിവാഹം കഴിക്കും. എന്താണ്? സ്ഥിരതയില്ലാത്ത മനസ്സ്. പാപത്തിന്റെ ശിക്ഷ. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ അസമാധാനം ഉണ്ടാകുന്നു. ആ ശമരിയ സ്ത്രീ 5 ഭർത്താക്കന്മാരെ മാറുവാൻ ഇടയായി. എന്തുകൊണ്ടാണ്? ഒരുവിനെ വിവാഹം കഴിച്ചിട്ട്, ഇയാൾ നല്ല വ്യക്തിയല്ല, ഇയാൾക്ക് പണമൊക്കെയുണ്ട്, ശരിയാണ്, പണമുണ്ടെങ്കിലും ഇയാൾ ഭയങ്കര മൂർഖനാണ് എന്ന് അവൾ വിചാരിച്ചു. ശരി, ഇനി നല്ല ആരോഗ്യമുള്ളവനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് നല്ല മസിലൊക്കെ ഉള്ളവനെ വിവാഹം കഴിച്ചു. ഇവന്റെ കയ്യിൽ ഒരു പണമില്ല, അവന്റെ ജീവിതത്തിൽ ഒരു നീതിയും ന്യായവുമില്ല, മസിൽ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അങ്ങനെ ഓരോരുത്തർക്ക് പിന്നാലെ ഓരോരുത്തരായിട്ട്, അങ്ങനെ പണമുണ്ടെങ്കിൽ നല്ലതാണ്, സൗന്ദര്യമുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല അറിവുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ജ്ഞാനമുണ്ടെങ്കിൽ നല്ലതാണ്, പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ ഭാര്യയെയും അതുപോലെ ഭർത്താവിനെയും മാറ്റുന്നതിന് വേണ്ടിയും ചെയ്യുവാൻ ഒരുക്കമായിരിക്കുന്ന ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഇന്ന് എളുപ്പമായിട്ട് വിവാഹബന്ധങ്ങൾ തകർന്നു പോവുകയാണ്. എത്ര ഭയങ്കരമാണ്! ഒരു തവണ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിച്ച് കളയുവാൻ ഒരിക്കലും പാടില്ല. ഈ ഭാരം, ഈ കഷ്ടത സഹിക്കാൻ കഴിയുന്നില്ല, ഈ മനുഷ്യനോടൊത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഈ മദ്യപാനിയോടൊത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്. മദ്യപാനിയായ ഭർത്താവിനോടൊത്ത് ദാമ്പത്യ ജീവിതം നയിക്കുന്നതായ സഹോദരിമാരെ കൈകൂപ്പി വണങ്ങേണ്ടതാണ്. എങ്ങനെ നിങ്ങൾ സഹിക്കുന്നു? എങ്ങനെ നിങ്ങൾ ആ കഷ്ടത സഹിക്കുന്നു? എങ്ങനെയാ ആ ചീത്തവിളിയും ബഹളവും ഒക്കെ നിങ്ങൾ സഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണ്ടുകാലത്ത് പറയുമായിരുന്നല്ലോ, പതിവ്രതകൾ എന്നൊക്കെ, അതിനേക്കാൾ വലിയവരാണ് നിങ്ങൾ. എന്താണ്? എന്നാൽ നിങ്ങളുടെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ, നിന്റെ മദ്യപാനിയായ ഭർത്താവിന്റെ സ്വഭാവത്തെ മാറ്റിയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് അവൻ നിനക്ക് നൽകും. അനേക സഹോദരിമാരുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു കൺവെൻഷൻ നടത്തിയിരുന്നതായ സമയത്ത് ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിങ്ങനെ പറയാനിടയായി, എൻ്റെ ഭർത്താവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, മദ്യപാനിയാണ്, നിർബന്ധിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിയപ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ്, പാവം, മദ്യപിച്ചിട്ട്. മദ്യപിക്കാത്തപ്പോൾ പൂച്ചയെ പോലെയാണല്ലോ പാവമായിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കാണാം. എന്നാൽ കൂടുതൽ ലഹരി പിടിച്ചാൽ പിന്നെ പുലിയായിട്ട് മാറും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. ഞാൻ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ വാസന വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര ഇത്? ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എന്തൊരു ജീവിതമാണിത്? നിങ്ങളുടെ ശരീരമല്ല നശിച്ചു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു, ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വചനം കേൾക്കുക എന്ന് പറഞ്ഞപ്പോൾ 2-3 ആഴ്ച കൊണ്ട് അദ്ദേഹം ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ വരുന്നത് ഞാൻ കണ്ടു. എന്താണ്? ആ ഭർത്താവ് കുടി നിർത്തുവാൻ ഇടയായി. അവൻ പറയുകയാണ്, ഇതാ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, ഞാനിപ്പോൾ സമാധാനത്തോടെയായിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ,
നിങ്ങളുടെ ഭാരത്തെ, നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനത്തിന്റെ വിഷയം ദൈവത്തോട് സംസാരിക്കൂ. അമ്മയോട് പറഞ്ഞാൽ എന്താണ് കാര്യം? അമ്മേ, ഇവൻ ഭയങ്കര മദ്യപാനിയാണ്, ജീവിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയാണോ? ആ ശരി, ഞാൻ അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് കേസ് കൊടുക്കാം. ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന്. പോട്ടെ, ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വിചാരിക്കാം. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസ് കൊടുക്കുന്നവരുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് പറയുകയാണ്, ബ്രദർ, എന്റെ മരുമോള് എന്റെ മേലും, എന്റെ ഭർത്താവിന്റെ മേലും, എന്റെ മകന്റെ മേലും, എന്റെ മകളുടെ മേലും, എന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മേലും കേസ് കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് കരയുകയാണ്. എത്ര അന്യായമായ കാര്യമാണിത്! അന്യായമാണ്. ഭാരമുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണോ ദൈവം പറഞ്ഞത്? എവിടെ വരാനാണ് പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാർ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. സമാധാനമുണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുക. കയ്യിനോട് പറഞ്ഞു, നീ ഉഴന്നു നടക്കുവാൻ ഇടയാകും. സമാധാനമില്ലാതെ, ജോലിയില്ലാതെ നീ ഉഴന്നു നടക്കുന്നുവെങ്കിൽ, നിനക്ക് നല്ലവണ്ണം പഠിക്കുവാൻ കഴിയാതെ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ട് നീ പോകുന്നുണ്ടെങ്കിൽ, എന്തു കാര്യം ആരംഭിച്ചാലും അതിൽ അഭിവൃദ്ധിയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, നീ പാപഭാരത്താൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ല. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുക. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തന്റെ വീര്യം നിനക്ക് നൽകയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. കയീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. അയ്യോ, എന്റെ മേൽ വന്നിരിക്കുന്നതായ ഈ പാപഭാരം, ഈ കുറ്റം എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഈ ദിവസം ഓരോ മനുഷ്യരും പലതരത്തിലുള്ളതായ പാപത്താൽ, ഈ ലോകത്തിലുള്ളതായ ഭാരം കൊണ്ട്, പാപം കൊണ്ടുവന്നതായ ഭാരം കൊണ്ട്, പലവിധമായ പ്രശ്നങ്ങളാൽ സഹിക്കാൻ കഴിയാതെയാകുന്നു. ചുമക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ വന്ന ഈ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് വഹിക്കാൻ കഴിയുന്നില്ല. ഈ ശോധനകൾ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഈ പോരാട്ടം എനിക്ക് വഹിക്കുവാൻ കഴിയുന്നില്ല. ഈ കഷ്ടത എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പോകുന്ന അനേകം ആളുകളെ നമുക്കിന്ന് കാണാം. കർത്താവ് പറയുന്നു, വരൂ, എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ വഹിക്കാം. നോക്കൂ, നമ്മുടെ പാപങ്ങളെല്ലാം ആരാണോ ചുമന്നത്? ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാട്. അനുദിനവും നമ്മുടെ പാപം വഹിക്കുന്ന ദൈവമാണവൻ. നമ്മുടെ പാപത്തിന് വരേണ്ടതായ ശിക്ഷ വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാണവൻ. നിന്റെ ഭാരം എന്റെ മേൽ വയ്ക്കൂ. ഞാൻ കാൽവരി ക്രൂശ് വരെയും അതിനെ ചുമന്നുകൊണ്ടുപോയി. ആ കാൽവരി ക്രൂശിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്തു. അതുകൊണ്ട് അവൻ നിന്റെ പാപത്തിൽ നിന്നും, അതുകൊണ്ട് നിന്റെ ഭാരത്തിൽ നിന്നും, പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതായ ശിക്ഷയിൽ നിന്നും വിടുതൽ യേശുക്രിസ്തു നമുക്ക് നൽകുവാൻ ഇടയാകും. ഇത് സത്യമാണ്. യേശുവിനോടുള്ള ഭക്തി മൂഢഭക്തി അല്ല, ഇത് അനുഭവിക്കുന്നതാണ്. ആനന്ദം നൽകുന്ന ഭക്തിയാണ്. ഈ ദിവസം നീ പരിശ്രമിച്ചു നോക്കുക. എന്തൊക്കെ നിനക്ക് ഭാരമായി തോന്നുന്നുണ്ട്, എന്തൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിനക്ക് കഷ്ടതയായിട്ട് തോന്നുന്നുണ്ട്, ഏത് പാപമാണോ നിങ്ങളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? നോക്കുക, പാപം എന്നത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് രസമായി തോന്നാം, എന്നാൽ നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുമെന്ന് ബൈബിളിൽ പറയുന്നു. നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുവാനിടയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പിടിക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ പാപം നമ്മെ പിടിക്കുവാനിടയാകും. നമ്മുടെ പാപം വെളിയിൽ വരുവാനിടയാകും. ദൈവത്തെ മറിച്ച് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പാപം മൂലം ഉണ്ടാകുന്നതായ ഫലം ഭയങ്കരകരമായ നരകമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതാകുന്നു എന്റെ പ്രശ്നം, ഇതാകുന്നു എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, ഈ ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്, ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ആ കർത്താവിനോട് പറയുകയാണെങ്കിൽ, ആ കേൾക്കുന്നതായ ദൈവം നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാനിടയാകും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് നല്ല ആശ്വാസം നൽകാം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ എത്ര നാളെ ഒന്ന് സ്വസ്ഥമായി കുറെ സമയം ഇരുന്നിട്ട് ഇന്ന് സിറ്റിയിൽ താമസിക്കുന്നതായ ആളുകളെ നോക്കുകയാണെങ്കിൽ, അതിരാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അമ്മമാർക്ക് കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാക്കണം. എന്നാൽ ഓടി നടന്നിട്ട് അവനവിടെ ബാഗ് കൊടുത്ത്, ഇവന് ടിഫിൻ ബോക്സ് കൊടുത്ത്, അവിടെ പുസ്തകം കൊടുത്തിട്ട്, ഇവർക്ക് BP കൂടി, അയാൾക്ക് BP കൂടി, കുഞ്ഞുങ്ങൾക്ക് തലവേദന. ശരിയല്ലേ? മനുഷ്യന് വിശ്രമം ഇല്ല, ആശ്വാസം ഇല്ല. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ഒരുമിച്ച്
പണ്ടൊക്കെ പിക്നിക്കിന് പോകുമായിരുന്നു. എന്നാൽ ഇന്ന് വീട്ടിൽ നിങ്ങൾ ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കൂടിയിരുന്ന് സംസാരിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും ഇരുന്നിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ലവണ്ണം സംസാരിച്ച് ഭാര്യയുടെ അടുക്കൽ ചിരിച്ചിട്ട് എത്ര നാളായി? പറയൂ. നാട്ടുകാരെ കാണുമ്പോൾ നല്ലവണ്ണം ചിരിക്കും, എന്നാൽ ഭാര്യയുടെ അടുക്കൽ ചിരിക്കില്ല. ശരിയല്ലേ? ടി വിയിൽ കാണുന്ന സീരിയലും കോമഡി പരിപാടിയെല്ലാം കണ്ടിട്ട് തലയേർത്ത് കളിച്ചിരിക്കും, എന്നാൽ ഭർത്താവ് വരുമ്പോൾ സീരിയസ് ആയിട്ട് ശരി, അവിടെ ഭക്ഷണം ഇരിപ്പുണ്ട്. എന്തൊരു കഷ്ടമാണ്. മിലിറ്ററിക്കാർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്, അബൌട്ട് ടേൺ എന്ന് പറയുന്ന പോലെ. വിശ്രമമില്ല, ആശ്വാസമില്ല, സ്വാതന്ത്ര്യമില്ല. ഭർത്താവിനെ കണ്ടാൽ ഭയമാണ്, ഭാര്യയെ കണ്ടാൽ ഭർത്താവിന് ഭയമാണ്. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? യേശുക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോഴും മരിച്ചുപോയാൽ മതി, അതാണ് പരിഹാരമെന്നാണ് പറയുന്നത്. എന്താണ്? എന്തെങ്കിലും വിഷമോ മറ്റോ കുടിച്ച് മരിക്കാമെന്ന് വിചാരിക്കുന്നു. എത്ര ഭയങ്കരമാണത്! ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് ആ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ചാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പണ്ട് കാലത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചായിരുന്നു മരിക്കുന്നത്. എന്തുകൊണ്ട് നീ മരിച്ചു പോകണം? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. വീണ്ടും വീണ്ടും നാം ജനിക്കുകയില്ല. ഈ ജീവിതം എത്ര വിലയേറിയതാണ്. നിന്റെ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കുക. നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു പദ്ധതിയുണ്ട്. ഒരു മാതാവായി, ഒരു പിതാവായി, ഒരു യൗവനക്കാരനായി, ഒരു കുടുംബനാഥനായിട്ട് നിന്റെ മേൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. നമ്മുടെ ഉള്ളം കൈയെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഉള്ളം കൈയാണ് നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. പുറം കൈ നോക്കണമെങ്കിൽ തിരിച്ചു നോക്കണം. പുറം കൈ നോക്കണമെങ്കിൽ നിന്റെ പുറം കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കിയാലും കാണില്ല. ആരെങ്കിലും വിളിച്ചു പറയണം പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ദൈവം പറഞ്ഞിട്ടില്ല എന്റെ പുറത്ത് നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു എന്ന്. എങ്ങനെയാണ്? തലയിലാണെന്ന് പറഞ്ഞിട്ടില്ല. തലയിലാണെങ്കിൽ കണ്ണാടി നോക്കണം. കയ്യിലാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. എപ്പോഴും നമ്മുടെ കൈ എങ്ങനെയാണ്? കൺമുൻപിൽ തന്നെയാണ്. നാം അവന്റെ ദൃഷ്ടിയിലാണ്. നിന്നെ അവൻ അറിയുന്നുണ്ട്. നിന്റെ ആന്തരംഗങ്ങളെ അവൻ അറിയുന്നുണ്ട്. നിന്റെ നെടുവീർപ്പുകൾ അവൻ കാണുന്നുണ്ട്. നിന്റെ ദുഃഖം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ കാണുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നതായ കർത്താവ് ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. കൺമണി പോലെ ഞാൻ നിന്നെ കാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നല്ല യേശു നമുക്കുള്ളപ്പോൾ നാം എന്തിനാണ് വേദനയോടെ ആയിരിക്കുന്നത്? ഇത്ര നല്ല ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തുകൊണ്ട് കഷ്ടതയിലായിരിക്കണം? ഇത്രമാത്രം ശക്തിയുള്ള ഒരു വലിയ ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തുകൊണ്ട് ഭയത്തോടുകൂടി, നിരാശയോടുകൂടി ഓരോ ദിവസങ്ങളും തള്ളി നീക്കണം? ഭയപ്പെടേണ്ട കാര്യമില്ല. എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. നീ നൽകുന്ന ശാന്തി വേണം. നീ നൽകുന്ന സ്വസ്ഥത എനിക്ക് വേണം. നീ നൽകുന്ന സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. ഈ ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ഈ ഭയത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഈ ദുഃഖ ചിന്തകളിൽ നിന്ന് വിടുവിക്കണമേ. ഈ പാപഭയത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, ഈ ദിവസം നിന്റെ അടുക്കിലേക്ക് നീ എന്നെ ചേർക്കുമാറാകണമേ. നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് പിടിക്കണമേ. നിന്റെ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. നിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ആ ക്രൂശിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ തെറ്റുകളെ നീ ക്ഷമിക്കണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ ഹൃദയശുദ്ധി ഞങ്ങൾക്കും നൽകുമാറാകണമേ. കർത്താവേ, ദിവസം ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്തം ഒഴിക്കുവാനായവനെ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ഒഴിക്കുക ഞങ്ങളുടെ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കാൽവറിയിലേക്ക് ചുമന്നു കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ടി യാഗമായവനെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നവനായ ഞങ്ങളുടെ കർത്താവേ, ഇവിടെയുള്ളവരിൽ ആരൊക്കെയാണോ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ്. ഏത് കുടുംബത്തിലാണോ സമാധാനമില്ലാതെ, ഭാര്യ ഭർത്താക്കന്മാർ കലഹത്തിലായിരിക്കുന്നത്, വിശ്വാസം നഷ്ടപ്പെട്ട് സംശയത്തോടെ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് ദൈവമേ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നിന്റെ നാമത്തിൽ തകർത്തു കളയുകയാണ്. യൗവനപ്രായത്തിലുള്ളവർ ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും സമാധാനവും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാം നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അവരുടെ മേലുള്ള നിന്റെ പദ്ധതികൾ നിറവേറുന്നതിന് വേണ്ടി ശുദ്ധ ഹൃദയമുള്ളവരായിട്ട് നിന്റെ സ്നേഹം പ്രാപിച്ച് നിന്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ സഹായിക്കണം. നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീ മറുപടി കൊടുക്കുമാറാകണമേ. ജനം വന്നതുപോലെയല്ലാതെ നിന്നെ വഹിച്ചു കൊണ്ടുപോകുവാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും
പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ